ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്തിരുന്നത് ഈ CC പ്ലാന്റ് അല്ലെങ്കിൽ ഈ സെഡിസർ പ്ലാന്റിനെ പറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വളർത്തുന്ന രീതിയും കെയറിങ്ങും നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ചീഞ്ഞു പോകാനൊക്കെ അഴുകി പോകാനൊക്കെ കാരണമാകും. എന്തായാലും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കൂ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു CC പ്ലാന്റ് നമ്മൾ വാസ്തുപ്രകാരം നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഒരുപാട് പേര് വാസ്തുപ്രകാരം സെറ്റ് ചെയ്യാനാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അല്ലാണ്ട് നമ്മൾ ചെടിയോട് ഇഷ്ടമുള്ളവരൊക്കെ വളർത്താറുമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അപ്പോൾ ഞാൻ ഈ ഒരു 2 പോട്ടും കൂടെ എടുത്തിട്ട് നിങ്ങളുടെ വ്യത്യാസം കാണിച്ചിട്ട് ഇത് നടേണ്ട രീതി. ഇപ്പോൾ ഈ ഒരു പോട്ടിൽ നിറച്ചും മണ്ണ് മാത്രം ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. മണ്ണും ചാണകപ്പൊടിയും മാത്രമാണ്. അപ്പം മണ്ണും ചാണകപ്പൊടിയും കൂടെ കുഴഞ്ഞാണ് ഇരിക്കുന്നത്. വെള്ളം കൂടി പോയിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും എന്ത് സംഭവിക്കുമെന്ന് കാണിക്കാം. ഈ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു ചെടിയിൽ മണലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. മണലും ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ആ ഒരു പെബിൾസൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് മാറ്റിക്കളയാം. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലൊന്ന് നല്ലപോലെ വൃത്തിയാക്കി എടുത്തുകൊണ്ടും കൂടെ വരാം കേട്ടോ. ഇനി ഈ ഒരു പ്ലാന്റ് ഉണ്ടോ, ഒരു മണ്ണിനകത്ത് വെച്ചിട്ടുള്ള പ്ലാന്റിന് അടിയിൽ കണ്ടോ വാട്ടർ അധികം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ ആ ഒരു കിഴങ്ങില്ലേ അത് നന്നായിട്ട് അവിഞ്ഞു പോകും. അതായത് ഫുള്ള് കേടായി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ചെടി പെട്ടെന്ന് കേടായി പോകും. നമ്മുടെ ആ ഒരു ചെടി നശിച്ചു പോകും. അപ്പോൾ ഇതുണ്ടോ ഈ ഒരു ചെടിക്ക് എത്രയാണ് 350-400 വിലയുണ്ട് ഇതിൻ്റെ ഇത്രയുള്ള ചെറിയൊരു തൈക്ക് തന്നെ. അപ്പോൾ നമ്മൾ അത്ര രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ. ഇതുണ്ട് ഈ ഒരു കുഞ്ഞ് പ്ലാന്റ് ഉണ്ടോ, അത് നല്ല രീതിയിൽ നല്ല പോലെ അതിൻ്റെ കിഴങ്ങൊക്കെ കണ്ടോ ഫ്രഷ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു ഒറ്റ ഇല വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. അതായത് നമ്മൾ ഇതുപോലത്തെ ഒരു ലീഫ് മുറിച്ചെടുക്കുക അങ്ങനെ അടർത്തി എടുക്കുക, എന്നിട്ട് വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരു ഈർക്കിൽ വെച്ചിട്ട് ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്തിട്ട് ആ ഒരു ആ ഒരു നമ്മൾ തണ്ടില്ലേ അത് മുങ്ങിക്കിടക്കാൻ മാത്രം രീതിയിൽ വെള്ളത്തിലിട്ടിട്ട് വെച്ചാൽ മതി. ഈർക്കിലെ കുത്തി ഇല വെച്ചാൽ മതി. അപ്പം താഴെയായിട്ട് ഇറങ്ങി പോകില്ലല്ലോ ഇല. അങ്ങനെ വെച്ചാൽ മതി. അപ്പം ഒരു 10-40 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനും നല്ല രീതിയിൽ നമുക്ക് നടാനുള്ള അവസ്ഥയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഇലയൊക്കെ കിട്ടുവാണെങ്കിൽ അങ്ങനെ പിടിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഈ കുഞ്ഞ് പ്ലാന്റ് അങ്ങനെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഞാനിതുണ്ട് ഈ കുറച്ച് മണലാണ് എടുത്തിട്ടുള്ളത്. മണൽ മാത്രമാണ്, മണ്ണൊന്നുമില്ല. ഇതിലേക്ക് ചാണകപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മണൽ എന്തായാലും എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഹാഫ് പോർഷനാണ് ചാണകപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കുടുംബശ്രീക്കാരുടെ ചാണകപ്പൊടി, അവരുണ്ടാക്കുന്ന ചാണകപ്പൊടിയാണ് കേട്ടോ. അപ്പം എന്താ പറയുക നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ഇതാണ്. അതിനകത്ത് വേറെ മണ്ണും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല ഒരു ചാണകപ്പൊടിയാണിത്. അപ്പം എന്താ പറയുക, ഇനി ഇതിനകത്തോട്ടേക്ക് ഞാൻ കുറച്ചുകൂടെ മണലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 പോട്ടിൽ കൊള്ളാൻ വേണ്ടിയിട്ടുള്ള മണ്ണാണ് ഇപ്പം ആഡ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഒട്ടും മണ്ണ് പാടില്ല, മണൽ മാത്രമേ പാടുള്ളൂ. നമുക്ക് ഈ റോഡിൻ്റെ സൈഡിൽ നിന്നോ ഒക്കെ കിട്ടുന്ന മണൽ നമുക്ക് കുറച്ച് ശേഖരിച്ചുകൊണ്ട് വെച്ചാൽ ഞാൻ അങ്ങനെ തന്നെയാണ് എടുത്തുകൊണ്ട് വെക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇതുണ്ട് ഈ ഒരു പോട്ടിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മണലിടുമ്പോഴത്തേനും അതിൻ്റെ വെള്ളം ഒന്നും ഒട്ടും നിൽക്കില്ല, എല്ലാം തന്നെ പോക്കോളും. അപ്പോൾ എന്താ പറയുക, ചെടി അഴുകി പോകാനുള്ള സാധ്യതയൊക്കെ കുറയും കേട്ടോ. അപ്പോൾ നമ്മളിതുണ്ട് ഇതിൻ്റെ ആ ഒരു കുറച്ച് മണ്ണ് അതിലേക്ക് ഇട്ടിട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ ചെടി വെച്ചിട്ട് ഈ ഇതുപോലെ മണൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ചെടി കറക്റ്റായിട്ട് വളരാനുള്ള അതിൻ്റെ വേരുകളൊക്കെ കറക്റ്റ് വളം കിട്ടി വളരാനുള്ള അത് ആയിക്കോളും. അപ്പം ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം മാത്രം മതി കേട്ടോ മണ്ണ്, നിറച്ചും മണ്ണിടേണ്ട കാര്യമില്ല. ഇനി ഇതൊന്നും നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് പെബിൾസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടാം. ഇനി ഞാൻ ഈ ഒരു പ്ലാന്റിലും കൂടെ നമുക്ക് ബാക്കി വരുന്ന മണ്ണും കൂടെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ വാസ്തു പ്രകാരം വെക്കുകയാണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുക, അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് വെക്കുക കേട്ടോ. അപ്പോൾ വാസ്തുപ്രകാരം വെക്കുന്നത് നല്ലതാണെന്നൊക്കെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കും. ഈ ഒരു ചെടി കൂടുതൽ അങ്ങനെയാണ് പോകുന്നത്. ഞാൻ കടയിലൊക്കെ ചുമ്മാ ജസ്റ്റ് അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേനും. അപ്പോൾ ഇനി ഇതുണ്ട് ഇതിൽ നമുക്ക് പെബിൾസൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ചോട്ടിലൊന്നും പെബിൾസ് ഇടാതിരിക്കുക. കാരണം ചോട്ടിൽ നിന്ന് അതിൻ്റെ ആ ഒരു വിത്തിൽ നിന്നാണല്ലോ പിന്നെ മുളകൾ വരുന്നത്. അപ്പോൾ ആ കറക്റ്റ് ചോട്ടിൽ വെക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കല്ലുകളൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് ഇതുണ്ട് ഈ ഒരു ഇടവിട്ടിട്ട് അതിൻ്റെ ഒരു മുള വരുന്ന ഒരു ഏരിയ അറിയാമല്ലോ, അതുപോലെ മാറ്റി നമുക്ക് വെക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ചെടി നല്ല രീതിയിൽ ഇതുപോലെ കെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ട് പെട്ടെന്ന് വളർന്ന് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിന് വെള്ളം അധികം ആവശ്യമില്ല. പിന്നെ കുറച്ച് സണ്ണ് കിട്ടണം. വെള്ളം ഒട്ടും തീർന്നു കഴിയുമ്പോൾ മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ.